ഹലോ. അതെ, ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണമുണ്ട് കേട്ടോ. അത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ഹിന്ദൂസിൻ്റെ കല്യാണം കേട്ടോ. ഹിന്ദൂസിൻ്റെ കല്യാണം എന്ന് പറയുമ്പം തന്നെ നമുക്ക് സദ്യയല്ലേ എല്ലാവരുടെയും മനസ്സിൽ. അടിപൊളിയല്ലയോ, കുറേ കറികളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇന്നില്ലായിരുന്നു കേട്ടോ. വണ്ടിക്ക് എന്തോ കംപ്ലയിൻ്റ് ആയിട്ട് വാപ്പിച്ച് അത് കൊണ്ടുപോയേക്കുമായിരുന്നു ശരിയാക്കാൻ. ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോയി. ഓട്ടോ കയറിയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായ ചിരിയാണ്. വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും വേണ്ട ഇങ്ങനെ തിങ്ങി നെരുങ്ങി കയറി ഇരുന്ന് പോയപ്പോൾ കണ്ടപ്പോൾ എനിക്കങ്ങ് ചിരി വന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ ആദ്യം പോയി കല്യാണ പെണ്ണിനെയും ചെറുക്കനെയൊക്കെ ഒന്ന് കണ്ടിട്ട് ലാസ്റ്റ് ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ തന്നെ വാട്ടർ മെലോണും ഗ്രേപ്പും ലെമണും ഷമാമും ആയിരുന്നു കേട്ടോ. ഞാൻ ഗ്രേപ്പാണ് ട്രൈ ചെയ്തത്. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ അവിടെ ഒരു ഇത്തിരി നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നേ. പക്ഷേ എനിക്ക് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും അവിടെ ഫീൽ ചെയ്തില്ല. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് കേട്ടോ. അങ്ങനെ എമിനെയും പാപ്പുനെയും വിളിച്ചിട്ട് രണ്ടുപേരും വന്നില്ല കേട്ടോ. അവിടെ വെയിലത്ത് നിന്ന് ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ വേണ്ട ഇല കൊണ്ടിട്ടു, പപ്പടം വെച്ചു, പഴം വെച്ചു, ചിപ്സൊക്കെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ മറ്റേ സിനിമയെ പറയുന്ന പോലെ തോരൻ വന്നു, പോലൻ വന്നു, കാളൻ വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, പിന്നെ ഇതിൻ്റെ ചോറും വന്നു. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് ചെറിയൊരു ടാസ്ക് ആയിരിക്കും. അവരുടേതായിട്ടുള്ള ഇതിൽ നിൽക്കുമ്പോഴേ അങ്ങനെ ചോറും സാമ്പാറും പരിപ്പും ഒക്കെ ആയിട്ട് നല്ല ഒന്നാന്തരം സദ്യ കഴിച്ചു. ലാസ്റ്റ് 3 കൂട്ടം പായസവും പൊളിയും വന്നു കേട്ടോ. എനിക്ക് കുഞ്ഞും കയ്യിലിരുന്നതുകൊണ്ട് അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ ഇപ്പോഴും സങ്കടമുണ്ട്. വായിൽ അതിൻ്റെ വെള്ളവും ബാക്കിയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കഴിച്ചിട്ട് ഇറങ്ങി. ഇത്താണെങ്കിലും മോനുമായിട്ട് വേഗം മുമ്പിൽ തന്നെ നടന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടി കേട്ടോ. അങ്ങനെ കുഞ്ഞുങ്ങളും എല്ലാമായിട്ട് വണ്ടി കയറിയിരുന്നു വീട്ടിലോട്ട് പോകുമായിരുന്നേ. നമുക്കൊക്കെ ചെറിയ ചെറിയ വിഷമം വരുമ്പം തന്നെ നമ്മളങ്ങ് ഡിപ്രസ്ഡ് ആയിപ്പോകും. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവരെ നോക്കിയാൽ അതിലും ഒരുപാട് വിഷമത്തിലുള്ളവർ കാണുവേ.